അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മനസ്സമാധാനം ലഭിക്കുക എന്നുള്ളത്. ആ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി പലവിധ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ് മനുഷ്യർ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഉത്തമമായ ഒരു വഴി, മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി നമുക്ക് പരിചയപ്പെടാം. അത് തൗഹീദുൽ അഫ്ആൽ, പ്രവൃത്തികളിലെ ഏകത്വം. ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഇച്ഛയും അനുവാദവും കൊണ്ടാണ് എന്ന് മനസ്സിലാക്കലാണ്. ഈ തിരിച്ചറിവ് ഒരു വിശ്വാസിക്ക് ആഴത്തിലുള്ള നിർഭയത്വവും ആശ്വാസവും നൽകുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറ യൂനുസിലെ 107-ാമത്തെ വചനം നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു ഭാഗമാണ്: അള്ളാഹു നിനക്ക് വല്ല ദോഷവും ഏൽപ്പിക്കുന്ന പക്ഷം അവനൊഴികെ അത് നീക്കം ചെയ്യാൻ മറ്റാരുമില്ല. അവൻ നിനക്ക് വല്ല ഗുണവും ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ്റെ അനുഗ്രഹം തട്ടിമാറ്റാൻ ഒരാൾക്കും കഴിയുകയില്ല. ഉപകാരമായാലും ഉപദ്രവമായാലും ആനന്ദമായാലും ദുഃഖമായാലും അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്. ഇക്കാര്യം ഹൃദയത്തിൽ ഉറപ്പിക്കുക. സൃഷ്ടികൾ വെറും നിമിത്തങ്ങളാണ്. ഏതെങ്കിലും ഒരാൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ അവരുടെ വർത്തമാനങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഒക്കെ നമ്മളെ മുറിവേൽപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരാൾക്കും ഒരു ജീവിക്കും നമ്മെ തൊടാൻ പോലും കഴിയില്ല. ഈ ഒരു ഉൾക്കാഴ്ച ഹൃദയത്തെ നമ്മളെ ആളുകളോടുള്ള നമ്മളുടെ ശത്രുതയിൽ നിന്ന് ഒരു വിശാലതയിലേക്ക്, മാനസിക വിശാലതയിലേക്ക് നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ദോഷം ചെയ്യുന്നവരോട് ദേഷ്യപ്പെടുന്നതിന് പകരം ആ അനുഭവം നൽകിയ അള്ളാഹുവിനെയാണ് നമ്മൾ നോക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉപദേശം നമുക്ക് നോക്കാം. അറിഞ്ഞുകൊള്ളുക, നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ ലോകത്തുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തിയതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അവർക്കാവില്ല. ഇനി നിനക്ക് എന്തെങ്കിലും ഒരു ദോഷം ചെയ്യാൻ അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തിയതല്ലാതെ മറ്റൊന്നും നിനക്ക് വരുത്താൻ അവർക്കാവില്ല. നമ്മുടെ ദേഷ്യം ഒഴിയും. ഉപദ്രവിച്ച വെറും കാരണങ്ങൾ ഉദ്ദേശ്യം അള്ളാഹുവിൻ്റേതാണ്. ഭയം അകലും. നമ്മളുടെ ഭയങ്ങൾ അകലും. അള്ളാഹുവിൻ്റെ ഖദർ മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യനെയും ഭയക്കേണ്ടതില്ല. നമ്മുടെ ആശ്രയം ഉറക്കും. ഗുണവും ദോഷവും അള്ളാഹുവിൽ നിന്ന്. അതിനാൽ ആ ഒരു തമ്പുരാനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക. നമുക്ക് നിർഭയത്വത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കും. ജസാക്കല്ലാഹ് ഖൈർ.